അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ആയിരിക്കും 99% ഉറപ്പായിരിക്കും നാളെ ആയിരിക്കും നമുക്ക് റമദാൻ ആരംഭിക്കുന്നതെന്ന്. ഇന്നിപ്പോൾ GCC കൺട്രീസിലൊക്കെ ഇന്ന് റമദാൻ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ആകുവാനാണ് നമുക്ക് സാധ്യത കൂടുതൽ. അപ്പോൾ ആ ഒരു റമദാൻ മാസം പിറ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. റമദാൻ മാസം പിറ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ രാവിൽ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുവാൻ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മോട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ രാത്രിയിൽ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അതിലൂടെ ധാരാളം പ്രതിഫലം ലഭിക്കുമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നു. നോമ്പ് നരകത്തിൽ നിന്നും നമുക്കൊരു പരിചയമാണ്. ശരീരത്തിൻ്റെ സക്കാത്താണ് നോമ്പ്. നോമ്പ് നോറ്റവർക്ക് നാളെ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാം. റമദാൻ ആദ്യ രാത്രിയിൽ നാം ഒരിക്കലും പാഴാക്കി കളയരുത്. എന്താണ് ചെല്ലേണ്ടതെന്ന് പറയാം. റമദാൻ എന്നല്ല, എല്ലാ അറബി മാസവും പിറക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് പ്രസ്തുത രാത്രി ഓതുക. അത് സുന്നത്തായൊരു കാര്യമാണ് നമ്മൾ ഓതുന്നത്. ഇമാം സുബിക്ക് തങ്ങൾ പറയുന്നു, മാസത്തിലുള്ള ദിവസങ്ങളുടെ എണ്ണം പോലെ തബാറക സൂറത്തിലെ ആയത്തുകളുടെ എണ്ണവും 30 ഈ സൂറത്ത് പാരായണം ചെയ്യുന്നിടത്ത് സമാധാനം വർഷിക്കും. ഓരോ മാസവും സമൃദ്ധവും അനുകൂലവുമാവാൻ മാസപ്പിറവി ദർശിക്കുമ്പോൾ ഈ ചെറിയ ദുആ ചെയ്യുക. ദുആ സ്ക്രീനിൽ കൊടുക്കാം, അത് നോക്കി ചൊല്ലുക. അല്ലാഹുമ്മ ജ്അൽഹു ഹിലാല യുംനിൻ വബറകത്തിൻ. അർത്ഥം പറയാം. അല്ലാഹുമ്മ ജ്അൽഹു ഹിലാല യുംനിൻ വബറകത്തിൻ. അല്ലാഹുവേ, ഈ മാസപ്പിറവിയെ അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും മാസപ്പിറവിയാക്കണമേ എന്ന് ദുആ ചെയ്യുക. പിന്നീട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റമദാൻ ആദ്യ രാത്രിയിൽ വിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്തായ സൂറത്ത് ഫത്ഹ് ഓതിയാൽ ആ കൊല്ലം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആല സുരക്ഷിതത്വം നൽകും. അതുമാത്രമല്ല, അള്ളാഹുവിൽ നിന്നുള്ള സഹായം എപ്പോഴും ആ മനുഷ്യനുണ്ടാവുകയും ചെയ്യും എന്ന് പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് സാമ്പത്തികമായ നല്ല അഭിവൃദ്ധി ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ നാളെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എല്ലാവരും പരമാവധി ഈ 2 സൂറത്തും അതുപോലെ തന്നെ ആ ദിക്റും പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.